ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ കാർത്തു. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ ഔട്ട്ലെറ്റിൽ പോവാ. ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ സ്റ്റാർട്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോവാ. അതിനകല് പെട്ടിയൊക്കെ കൊണ്ട് പോകുന്നത്. സാധനം മേടിച്ചിട്ട് കയ്യിൽ പിടിക്കാൻ വയ്യെന്നും പറഞ്ഞിട്ട് പെട്ടിയൊക്കെ എടുത്തേക്കുന്നത്. എല്ലാവരും വിചാരിക്കും ഞങ്ങൾ ട്രിപ്പ് വല്ലതും പോവാണ്. അല്ല, സെയിലിന് പോവുക. സെയിലിന് ഞങ്ങൾ വിൻ്റർ ബൂട്ട്സ് ഒന്നും മേടിച്ചിട്ടില്ലായിരുന്നു. ഇവിടെ സെയിൽ വരട്ടെ എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ സെയിൽ വന്നിട്ടുണ്ടെന്ന് തന്നെ അങ്ങനെ പോവാം. നല്ല തണുപ്പുണ്ട്, കണ്ടോ. പോകാമായിരുന്നു. -3 ഒക്കെ ഇന്നത്തെ ടെമ്പറേച്ചർ. ഇന്നലെയൊക്കെ സ്നോയും ഒക്കെ വീണ്ടുണ്ടായിരുന്നു. സോ നമുക്ക് പോകാം. പെട്ടി തിരിച്ചുകൊണ്ട് വെച്ച്, കാരണം നല്ല സൗണ്ട് ഉരുട്ടിക്കൊണ്ട് പോകാം. അപ്പോൾ അതുകൊണ്ട് തിരിച്ചുകൊണ്ട് വെച്ച് ഞങ്ങൾ ബസ് കയറാൻ വേണ്ടി നിൽക്കുക. ഇവിടെ നിന്ന് നമുക്ക് USA-ലും കൊളോണിലും ഒക്കെ പോകുന്ന ഡിസ്റ്റൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ സ്ഥലത്ത് നിന്ന്. ഇന്നിവിടെ സ്നോഫോൾ ഉണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് സ്നോഫാൾ. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു സ്നോഫാൾ വീഴുന്നതിന് വേണ്ടി. ഞങ്ങൾ പോകുന്ന വഴിക്കൊക്കെ നല്ല സ്നോഫോൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ കാണുമ്പോൾ മഴ പെയ്യുന്നിടക്ക് അങ്ങ് അലിഞ്ഞു പോവായിരുന്നു. അത് ഹ്യൂമിഡിറ്റി ഉണ്ടായതുകൊണ്ടാണെന്ന് തോന്നുന്നു മഴ പെയ്യുന്നിടക്ക് തറയെ വീഴുമ്പോഴത്തേക്ക് അങ്ങ് അലിഞ്ഞു പോകുന്നത്. പക്ഷേ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു 45 മിനിറ്റ്സ് ഇനിയുണ്ട്. ടോട്ടൽ ഞങ്ങളെ വീട്ടിൽ നിന്ന് 2 അവേഴ്സ് ഉണ്ടായിരുന്നു. ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് പ്ലാറ്റ്ഫോം മാറി മാറി കളിക്കുക. അഖിൽ എന്നെ കൊണ്ട് തെറ്റിച്ച് വേറെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇനി കയറി പോവുക. അങ്ങേറ്റത്തെ പ്ലാറ്റ്ഫോം ആയിരുന്നു. ബെർലിനിലെ ഔട്ട്ലെറ്റിൽ ഒരുവിധമുള്ള എല്ലാ ബ്രാൻഡ്സും അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ഔട്ട്ലെറ്റ് പ്രൈസിനെക്കാട്ടിലും കുറഞ്ഞ വിലയ്ക്കാണ് അവർ സെയിലിടുക. അപ്പം നല്ല കണക്ക് നമുക്ക് നല്ല പ്രൈസിന് മേടിക്കാൻ പറ്റും. ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും പറ്റിയ ഒരു സെയിലാണ് ഈ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ. ഇത് കൂടുതൽ ഇലക്ട്രോണിക്സ് ഐറ്റംസ്, ബ്രാൻഡഡ് ഐറ്റംസ്, അതിനൊക്കെയാണ് കൂടുതൽ സെയിൽ ഉണ്ടാവുക. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ പോയി മേടിക്കാൻ പോവുക. അങ്ങനെ ഔട്ട്ലെറ്റ് എത്തി. അഖിലിന് ആദ്യം ബൂട്ട്സ് നോക്കി, ടിംബർലാൻഡിൽ കയറി നോക്കി. ഒരുപാട് കടയിൽ ഇങ്ങനെ കയറി നോക്കി. നമുക്ക് കമ്പയർ ചെയ്യാമല്ലോ, നല്ലതും പ്രൈസിൻ്റെ ഡിഫറൻസും എല്ലാം ഞങ്ങൾ കമ്പയർ ചെയ്തിട്ടാണ് ബൂട്ട്സൊക്കെ എടുത്തത്. ടിംബർലാൻഡിൽ കയറി ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്തു. ഒരുപാട് കളക്ഷൻസ് ടിംബർലാൻഡിലുണ്ടായിരുന്നു. നല്ല നല്ല റേറ്റ് കുറവുള്ളതും ഉണ്ടായിരുന്നു. എല്ലാത്തിനും ഓഫേഴ്സ് ഇല്ല, എന്നാൽ ഓഫേഴ്സ് ഉള്ളതും ഒരുപാടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫൈനലി കൊളംബിയ അഖിലിനെടുത്തത്. അവിടുത്തെയാണ് അഖിലിന് ഇഷ്ടമായത്. നല്ല വെയിറ്റ് കുറഞ്ഞിട്ടുള്ളത് അവിടെ നിന്നാണെന്ന് അഖിൽ പറഞ്ഞത്. നല്ല ഡീലിലാണ് നമുക്ക് കിട്ടിയത്. പിന്നെ ഞാൻ അഖിൽ കയറി നോക്കി. പക്ഷേ അഖിൽ ഭയങ്കര എക്സ്പെൻസീവായിട്ട് തോന്നി. അവിടെ അവർ സെലക്റ്റഡ് ഐറ്റംസിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓഫർ. അപ്പോൾ ഇഷ്ടപ്പെടുന്നതിനൊക്കെ നല്ല എക്സ്പെൻസീവാണ്. പിന്നെ ഇത് നനയ്ക്കാനും പറ്റില്ല, അങ്ങനെ സ്നോയ്ക്കൊന്നും ഇടാനും പറ്റില്ല എന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് അവിടെ നിന്ന് എടുത്തില്ല. പിന്നെ ഞങ്ങൾ ആ ഫസ്റ്റ് ഡേ, ഞങ്ങൾ 2 days അവിടെ പോയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം അഖിലിന് മാത്രം ബൂട്ട്സ് മേടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. 2:30 ആയപ്പോഴും ഞങ്ങൾ ഇറങ്ങി. 3 മണിയാകുമ്പോഴേ ഇവിടെ വെട്ടം പോവും. അപ്പോൾ ഞങ്ങൾ നേരത്തെ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലോട്ട് പോവാം. ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി വണ്ടിയകത്ത് ഇരിക്കുമോ. ഇപ്പോൾ 2:52, 3 മണിയായതേ ഉള്ളൂ. വെട്ടം എല്ലാം പോയി. എനിക്കൊന്നും കിട്ടിയില്ല. അഖിലിന് ഏറ്റവും കൂടുതൽ കിട്ടി. ഞാൻ ഒരു ഷോപ്പഹോളിക്കായിട്ടുള്ള പേഴ്സണോ, എനിക്കറിയാം ഫസ്റ്റ് ഡേ കൊണ്ട് ഒന്നും മേടിക്കില്ല എന്ന്. അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് ഡേയും വന്നു. സെക്കൻഡ് ഡേ ഞങ്ങളിവിടെ വൈഷ്ണവി ശരത്തും ഉണ്ടായിരുന്നു. അവർ ഫസ്റ്റ് ടൈമാണ് ഔട്ട്ലെറ്റിൽ വരുന്നത്. ഈ ഒരു സ്ഥലം എൽസ്റ്റർ എന്നും പറഞ്ഞിട്ടൊരു പ്ലേസിലാണ് ഇറങ്ങേണ്ടത്. അവിടുന്ന് ബസ് പിടിക്കണം. അവിടെ വരുന്നവരെല്ലാം ഔട്ട്ലെറ്റിലേക്ക് വേണ്ടി വരുന്നവരാ. എന്തോരം തിരക്ക്, ബസ്സിന് എത്ര ബസ് ഉണ്ടായാലും തികയത്തില്ല. ഓടിപ്പിടിച്ച് കയറിയാലേ നമുക്ക് ഫസ്റ്റിൽ അവിടെ എത്താൻ പറ്റൂ. ഞങ്ങൾ വീണ്ടും ഒന്നിച്ചു. ഇന്നലെ വന്ന് ഞങ്ങൾ രണ്ടും, പിന്നെ ഇന്ന് ഇവരെയും കൂട്ടി എല്ലാ സ്ഥലത്തും ആദ്യം പോയി കണ്ട് എല്ലാം വെച്ചിട്ട് വരും. എന്നിട്ട് രണ്ടാമത് പോകും എല്ലാവരോടും ഒരുമിച്ച് വരും. അന്ന് റോത്തബർഗ് അങ്ങനെ ഇന്ന് ഇവർക്ക് വേണ്ടി ഞങ്ങൾ ഷോപ്പിങ്ങിന് വന്നയാ എന്ന് പറഞ്ഞ് ഞങ്ങളൊന്നും മേടിക്കത്തില്ലതല്ല. നല്ല തണുപ്പായി. ഫസ്റ്റില് ഞങ്ങൾ നൈക്കിലോട്ടാണ് വന്നത്. ശരത്തിന് അവിടെ നിന്ന് ഒരു ഷൂസ് എടുക്കണമെന്നും പറഞ്ഞിട്ട്. അതും അവിടെ എഴുതി വെച്ചേക്കുന്ന പ്രൈസിലും ഒരുപാട് കുറച്ചിട്ടാണ് നമുക്ക് കിട്ടിയത്. നല്ലൊരു ഡീലിനാണ് കിട്ടിയത്. ഷൂസിനാണ് മെയിനായിട്ട് ഒരുപാട് നല്ല ഓഫർ ഞങ്ങൾക്ക് തോന്നിയത്. എല്ലാ നൈക്കായാലും പ്യൂമയായാലും എല്ലാത്തിലും ഷൂസിന് നല്ല ഓഫറിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കിയിട്ട് നാട്ടിൽ നിന്നൊന്നും ഷൂസ് മേടിച്ചുകൊണ്ട് വരേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ നല്ല ഡീലിന് നമുക്ക് കിട്ടും. നമ്മളെ വിചാരം ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും, നല്ല ഇങ്ങനെ സെയിലിനൊക്കെ വരുമ്പോൾ നല്ല ഓഫറിന് കിട്ടും. പിന്നെ ബോഡി ഷോപ്പിലെ ഈ ഒരു ഗ്രേപ്പ് സീഡിൻ്റെ സിറം നല്ല ഫ്രീസി ആയിട്ടുള്ള ഹെയറിന് ബെസ്റ്റാണ്. ഇത് പെട്ടെന്ന് തീർന്നു പോവും. ഞാൻ ഇന്നാൾ വന്ന് നോക്കിയപ്പോൾ ഇവിടെ കണ്ടില്ല. ഇപ്പോൾ സെയിലിന് ഇവിടെ ഉണ്ടായിരുന്നു ഗ്രേപ്പ് സീഡ് സിറം. ഫ്രീസി ഹെയറിന് ബെസ്റ്റ് ആയിട്ടുള്ളതാണ് ബോഡി ഷോപ്പ് ഗ്രേപ്പ് സീഡ്. ഞങ്ങൾ മിക്കാൽ കോഴ്സിൽ കയറാൻ വേണ്ടി ക്യൂ നിൽക്കുക. മേടിക്കത്തൊന്നും ഇല്ല, ജസ്റ്റ് കയറി നോക്കാൻ. എന്നാ ഒന്ന് കണ്ട് കയറുക. ഒരാൾ വിട്ട് നിൽക്കുന്ന പോലെ തോന്നും.
ഇന്നലെ എത്രയും തിരക്ക് പോലും ഇല്ലായിരുന്നു, ഇന്ന് കുറച്ചൊക്കെ തിരക്കുണ്ട് അല്ലേ? ഞാൻ എന്നും ഇവിടെ ഔട്ട്ലെറ്റിൽ വന്നാലും മിക്കൽ കോസിൽ കയറും. ഇന്ന് ക്യൂ നിന്നിട്ടാണ് ഇവിടെ കയറിയത്. എനിക്ക് എന്തെങ്കിലും മേടിക്കാൻ ആഗ്രഹമുള്ള ഒരു ബാഗിൻ്റെ ബ്രാൻഡാണ് മൈക്കൽ കോസ്. ഇന്നിവിടെ നല്ല സെയിലിനുണ്ടായിരുന്നു, നല്ല സെയിലിന് നല്ല ഡീലിന് കിട്ടുമായിരുന്നു. പക്ഷെ ഞങ്ങളുടെ അടുത്തൊന്നുമില്ല, ജസ്റ്റ് നോക്കി ഒന്നും മേടിക്കാതെ ഇറങ്ങി. അപ്പം നോക്കിയപ്പോൾ അവരെ കാണുന്നില്ല. അവര് നമ്മളെവിടെ കൊണ്ട് കളഞ്ഞിട്ട്. ശരത്താണ് ഷൂ മേടിച്ചത് ഇവിടെ വന്നിട്ട്. ഇന്നലെ അഖിൽ ഷൂ മേടിച്ചു, ഞാനും വൈഷ്ണവി ഒന്നും മേടിച്ചിട്ടില്ല. നമുക്ക് നോക്കാം സാധനങ്ങളും കാണും. ഞങ്ങള് അവരെ തിരക്കി പോകും. അവര് ഫുൾ ഷോപ്പിംഗ് അല്ലേ, ഇന്ന് അവരുടെ ദിവസം പോലെ. നമ്മളെവിടെയെങ്കിലും കൊണ്ട് ആക്കിയിട്ട് അവര് പോയി ഷോപ്പിംഗ്. നമുക്ക് നമ്മുടെ വഴി ഷോപ്പിംഗ്. അതിനകത്ത് അവരുണ്ട്. അവര് ഈക്കോയില് ടിംബർലാൻഡിലൊന്ന് കയറണം. ജാക്കറ്റ് ആയാലും നാട്ടിൽ നിന്നൊക്കെ വരുന്നവർ നാട്ടിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ വന്ന് ഇങ്ങനെ ഔട്ട്ലെറ്റിൽ വരുവാണെങ്കിൽ നല്ല പ്രൈസിന് കിട്ടും. അതും നല്ല കട്ടിയുള്ള നല്ല ജാക്കറ്റ്, നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ജാക്കറ്റ് ഇവിടെ കിട്ടും. എനിക്കൊരു റെഡ് കളർ ജാക്കറ്റ് എടുക്കണമെന്നുണ്ട്, പക്ഷേ ഞാൻ ഇതിനു മുമ്പ് നോർത്ത് ഫേസിൻ്റെ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇവിടുന്ന് എടുത്തില്ല. നല്ല ജാക്കറ്റ്സ് ആയിരുന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നു. വൈഷ്ണവിക്ക് വിശക്കുന്നു എന്നും പറഞ്ഞ് ക്രിസ്മസ് മാർക്കറ്റ് എവിടെ ഫ്രാഞ്ചൈസിലോ മണം. ഒരു ഏഷ്യൻ റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ കയറിയത്. അപ്പോൾ അവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നൂഡിൽസ് കിട്ടും. അതാകുമ്പോൾ 80 യൂറോയ്ക്ക് നമുക്ക് കഴിക്കാൻ കിട്ടും ഒരാൾക്ക്. അപ്പം നല്ല വയറെന്ന് പറയും, നല്ല ഫില്ലിങ്ങും ആണ്. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി നൂഡിൽസൊക്കെ മേടിച്ച് കഴിച്ച് അത് കഴിഞ്ഞിട്ട് അടുത്ത ഷോപ്പിങ്ങിന് വന്ന് കരുതി. പിന്നെ അവിടെ ക്രിസ്മസ് മാർക്കറ്റൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്, പക്ഷേ ലൈറ്റ് ഒന്നും ആക്കിയിട്ടില്ല. അവർ നവംബർ 25 എന്തോ ആണ് ലൈറ്റൊക്കെ ഓപ്പൺ ആവുക. പിന്നെ ഉള്ളിയിൽ കയറി നമ്മുടെ ഡ്രസ്സൊക്കെ നോക്കി നല്ല ഡീലിന് കിട്ടി. കുറേ ടീഷർട്ട്സും സ്വെറ്റ് ഷർട്ടും ഒക്കെ. ഞങ്ങൾ കോഫി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, തണുപ്പായതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കോഫിയൊക്കെ കുടിച്ച്. വൈഷ്ണവിൻ്റെയും ശരത്തിൻ്റെയൊക്കെ ആനിവേഴ്സറി വരുന്നുണ്ട്, അപ്പോൾ അവർക്ക് ഫോട്ടോസ് എടുക്കണമെന്ന് പറഞ്ഞ് കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. എല്ലാവരുടെയും ഫോട്ടോഗ്രാഫർ അഖിലായപ്പോഴും, അപ്പോൾ അഖിൽ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്ത്. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഈ സ്പിരിറ്റിൽ കയറി ഒരുപാട് സമ്മർ ഡ്രസ്സൊക്കെ കിട്ടി. പിന്നെ എനിക്ക് ബൂട്ട്സ് കിട്ടിയത് സ്കെച്ചേഴ്സിൽ നിന്നായിരുന്നു. അവിടെ നിന്ന് അഖിലിന് ഷൂസും എടുത്ത്. ബില്ലടിക്കാനുള്ള ക്യൂ ആണ്, എന്നാൽ 2 റോയിൽ നിറച്ചും ക്യൂ ആയിരുന്നു. പിന്നെ സൂപ്പർ ഡ്രൈയിൽ ഒന്നുകൂടെ കയറി ഒരു ബീനിയൊക്കെ എടുത്തു. ഞാൻ ഇതിൻ്റെയൊക്കെ ഒരു ഹോള് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹോള് വേണോ വേണ്ടെന്ന് പറയണം. എല്ലാ ഡ്രസ്സ് എന്തൊക്കെയാണ് നമ്മൾ ബ്ലാക്ക് ഫ്രൈഡേ സെയിലിന് എടുത്തതെന്നുള്ള ഹോള് ചെയ്യുന്നുണ്ട്, അത് വേണോ വേണ്ടെന്ന് പറയണം. പിന്നീട് രാത്രിയായെന്നല്ല, ഒരു 3:30 ആയതേ ഉള്ളൂ. അവിടെ ഇരുട്ടും. അപ്പോൾ കുറേ ലൈറ്റ്സ് ഒക്കെ വന്നു, പക്ഷേ ക്രിസ്മസ് ട്രീയിലെ ലൈറ്റ്സ് മാത്രം വന്നു. ഇവിടെ ഒരു ചെറിയ ക്രിസ്മസ് മാർക്കറ്റ് ഒക്കെ ഉണ്ട് എൻ്റെ ബാക്കിലാണ്. ഔട്ട്ലെറ്റിനുള്ളിൽ തന്നെ ഒരു ചെറിയ ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ട്. കുറച്ച് ലൈറ്റ്സൊക്കെ അവിടെ ഓൺ ആയിട്ടുള്ളൂ. ഈ കാണുന്ന വലിയ ക്രിസ്മസ് ട്രീയിലെ ലൈറ്റ് നെക്സ്റ്റ് വീക്ക് എന്തോ ആണ് ഓൺ ആവുക. ഞങ്ങൾ ഇത്രയും സാധനങ്ങളാണ് ഞങ്ങളെല്ലാം കൂടെ മേടിച്ചത്. പിന്നീട് പതിയെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വെച്ചു. കാരണം ഞങ്ങൾക്ക് നല്ല ഡിസ്റ്റൻസ് ഉണ്ട്, 2 hours ട്രാവൽ ചെയ്തിട്ട് വേണം നമുക്ക് വീട്ടിലെത്താൻ. ഇവിടുന്ന് അങ്ങോട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ട്, വണ്ടിയൊന്നും കിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. ഇപ്പോൾ സമയം 5:30 ആയതേ ഉള്ളൂ. ഇവിടുത്തെ ഇരുട്ട് കണ്ടാൽ നിങ്ങൾ രാത്രി 8 മണിയായെന്ന് തോന്നും, പക്ഷെ 5:30 ആയിട്ടേ ഉള്ളൂ. വിൻ്ററായിട്ട് നേരത്തെ ഇരുട്ടുന്നയാ. ഇത് ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റാണ്, ക്രിസ്മസ് സൂപ്പർ മാർക്കറ്റ്. ആളുകൾക്കിടയിൽ നിന്നും ഞാൻ നിങ്ങളുടെ സ്വന്തം ഇറ്റ്സ് മീ കാർത്തു, ഞാൻ നിങ്ങളുടെ സ്വന്തം വൈഷ്ണവി. പിന്നെ ലിൻഡിൻ്റെ ഷോപ്പിൽ കയറി. ഈ കാണുന്ന ഫ്ലോറലിൻ്റെ ആ ഒരു ബോക്സ് വൈഷ്ണവിക്ക് ഇഷ്ടമായെന്ന് പറഞ്ഞു. അങ്ങനെ വൈഷ്ണവി എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേണ്ട, എടുക്കണ്ട, ഞങ്ങൾ എടുക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ ഷെയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. കാരണം അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി, അപ്പോൾ അവർക്ക് അത് മേടിച്ച് ഗിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ മേടിച്ച് 26 എണ്ണം. പിന്നെ ഇവിടെ ഒരുപാട് ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു, നല്ല ഓഫറിലുണ്ടായിരുന്നു. ഞങ്ങൾ ഇത്രയും എടുത്തത് ഇത്രയും ചോക്ലേറ്റ്സാണ് ഞങ്ങൾ ഇവിടെ നിന്ന് എടുത്തത്. ഞങ്ങൾക്ക് 20 യൂറോ എന്തോ ആയി ഇത്ര എടുത്തപ്പോൾ. പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് അതിൻ്റെ തീമിലുള്ള ചോക്ലേറ്റ്സും ക്രിസ്മസ് അപ്പൂപ്പൻ്റെയൊക്കെ തീമിലുള്ള ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരുടെ കയ്യിലും ഒരു പറ സാധനങ്ങളായിരുന്നു. ഞങ്ങൾ വീട്ടിൽ പോവുകയാണ് ഗായ്സ്. നോക്കിക്ക് സിരിക്കാൻ ഒക്കുന്നില്ല.
രാത്രി 9 മണിയായിട്ട് ഞങ്ങൾ പകുതി ദൂരം വരെ എത്തിയതേ ഉള്ളൂ. ഇനി ഇവിടുന്ന് അടുത്ത വണ്ടി കയറി വേണം പോകാൻ. അങ്ങോട്ട് പോകാൻ ഞങ്ങൾക്ക് ഒരിടത്തുനിന്ന് ഒറ്റ വണ്ടിയുണ്ട്, പക്ഷെ തിരിച്ചു വരാൻ നല്ല ബുദ്ധിമുട്ടാണ് അവിടുന്ന് ഔട്ട്ലെറ്റിൽ നിന്ന്. പിന്നീട് ഞങ്ങൾ അലക്സാണ്ടർ പ്ലാറ്റ്സിൽ കയറി ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ഫുഡൊക്കെ കഴിച്ചു, ബിരിയാണിയെ കഴിച്ച് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയി. നല്ല ഫുഡായിരുന്നു അവിടുത്തത്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ ഞാൻ എൻഡ് ചെയ്യാണ്. അത്രയേ ഉള്ളൂ. അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ബായ്.